വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ സമയത്ത് തന്നെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതി തുടക്ക സമയത്ത് തന്നെ UDF മെമ്പർമാരെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. 29/1/2026 ചേർന്ന ഭരണസമിതി അടിയന്തര യോഗത്തിൽ അജണ്ട 25-26 വാർഷിക പദ്ധതി ഭേദഗതി സംബന്ധിച്ചായിരുന്നു. അജണ്ടയിൽ പരാമർശിച്ചിട്ടുള്ള ഭേദഗതി പ്രൊജക്റ്റുകളല്ലാതെ പുതുതായി ചില പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്തുകയും നിലവിൽ ടെൻഡർ പൂർത്തീകരിച്ച എഗ്രിമെൻ്റ് വെച്ച വർക്കുകൾ, പ്രത്യേകിച്ച് UDF മെമ്പർമാരുടെ വാർഡുകളിലുള്ള വർക്കുകൾ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളുടെയും അറിവോ സമ്മതമോ ഇല്ലാതെ തീരുമാനങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഇതോട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറയുകയും അതിനുശേഷം ബോർഡ് കഴിഞ്ഞ് വൈകുന്നേരമാണ് പ്രസിഡന്റ് വിളിച്ച് പറയുന്നത് പുതിയ പ്രൊജക്റ്റ് ഉണ്ട് എന്നുള്ളത്. അതിൽ തന്നെ പിന്നെ പുതിയ പ്രൊജക്റ്റിന് പൈസ മാറ്റിവെച്ചതിൽ തികച്ചും UDF മെമ്പർമാരെ അവഗണിച്ചുകൊണ്ടാണ് പൈസ നീക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മജീദ് ഖാൻ പറഞ്ഞതുപോലെ തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം തുടക്കത്തിൽ തന്നെ വെളിയങ്കോട് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ 10 മെമ്പർമാരും ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വരാനുണ്ടായ ഈ സാഹചര്യം സൃഷ്ടിച്ചത് പുതിയ ഭരണസമിതിയാണ്. ഇവിടെ പറഞ്ഞതുപോലെ പുതിയ പല പദ്ധതികളും ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ വേണ്ടി ഇപ്പോഴത്തെ ഭരണസമിതി ശ്രമിച്ചു. ഇതൊന്നും തന്നെ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്യുകയോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയോ ഉണ്ടായിട്ടില്ല.